കളതൊക്കെ മേടിക്കുന്ന അതേ ടേസ്റ്റ് തന്നെ. ഇതേപോലെ ഒന്ന് ചെയ്തെടുത്താൽ മതി, വേറെ കാര്യങ്ങളൊന്നുമില്ല. ഹായ്, വില്ലേജ് സ്പേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? ഇന്നത്തെ നമ്മുടെ ഐറ്റം ഒരു കറുമുറ പക്കാവട ഉണ്ടാക്കിയാലും. നമുക്കെല്ലാവർക്കും ഇഷ്ടമാണ് പക്കാവട എന്ന് പറയുന്ന സാധനം. അപ്പം നല്ല ടേസ്റ്റി ആയിട്ട് എങ്ങനെയാണ് ആ പക്കാവട ഉണ്ടാക്കുന്നത് നോക്കാം. ഒരു ബേസിൽ അങ്ങോട്ട് എടുക്കുക. ഇതേപോലെ ഒരു അരിപ്പ, ഈ അരിപ്പയ്ക്കകത്തോട്ട് 1 കപ്പ് കടലമാവ് അതങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഇതൊന്ന് അരിച്ചെടുക്കണം. തരിയില്ലാതെ വേണം നമുക്കത് അരിച്ചെടുക്കാനായിട്ട്. അതിനാണ് നമ്മളൊന്ന് അരിച്ചെടുക്കുകയാണ്. തരി ഉണ്ടെങ്കിൽ അങ്ങ് പൊക്കോട്ടെ. അതുപോലെ നല്ലപോലെ ഒന്ന് അരിച്ചെടുക്കുക. കടലമാവ് അരിച്ചതിന് ശേഷം തരി വല്ലതും ഉണ്ടെങ്കിൽ ഒന്ന് കളഞ്ഞതിന് ശേഷം വറുത്ത് വെച്ചിരിക്കുന്ന അരിപ്പൊടി അതുകൂടെ നമ്മൾ ഇതിൻ്റെ അകത്തോട്ടൊന്ന് ഇട്ട് കൊടുക്കുകയാണ്. അത് ഇതേപോലെ തന്നെ ഒന്ന് അടച്ചെടുക്കുക. അപ്പോൾ അത് നമ്മൾ അടഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്തോട്ട് നമുക്ക് കുറച്ച് പൊടികളൊക്കെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. കുറച്ച് കാശ്മീരി മുളക് പൊടി അതങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂൺ അളവിൽ കായപ്പൊടിയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഇനി ഇതിനകത്തോട്ട് 1/2 ടീസ്പൂൺ അളവിൽ പെരുംജീരകപ്പൊടി അതുകൂടെ അങ്ങോട്ട് ഇടും. ഇനി നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ അങ്ങോട്ട് ചേർക്കാം. അതും ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. നമുക്കിതിനാവശ്യമുള്ള ഉപ്പ് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ പൊടികളൊക്കെ നമ്മൾ ചേർത്തതിന് ശേഷം ഒരു 3-4 വെളുത്തുള്ളി, ചെറിയ വെളുത്തുള്ളി ഒന്ന് ചതച്ച് വെച്ചിരിക്കുന്നതാണ്. ഇതിനകത്തോട്ട് കുറച്ച് വെള്ളം അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കുകയാണ്. കാര്യം വെളുത്തുള്ളിയുടെ ചുവ ഇഷ്ടമുള്ളവർ ചേർക്കുക, ഇഷ്ടമില്ലാത്തവർക്ക് വെളുത്തുള്ളി ചേർക്കേണ്ട കാര്യമില്ല. ഒന്ന് ഇളക്കി കൊടുത്ത് നമുക്കിതിൻ്റെ ചാറിങ്ങി എടുക്കണം. അതൊരു ഓപ്ഷനാണ്, കാര്യം നല്ലതാണ്. ഈ വെളുത്തുള്ളി ടേസ്റ്റുള്ളത് നല്ലതാണ്. ഈ പൊടികളെല്ലാം നമുക്കൊന്ന് ഇളക്കി കൊടുക്കും. ഇപ്പം നമ്മൾ വലിയ 2 കപ്പിനാണ് 2 കപ്പ് പൊടി എടുത്തിരിക്കുന്നത്. അപ്പോൾ അതനുസരിച്ചുള്ള സാധനങ്ങളൊക്കെ നമുക്ക് ചേർക്കണം. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ ആവശ്യത്തിന് വെളുത്തുള്ളി, ഞാനൊരു 4 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുള്ളൂ. ആ വെള്ളവും ആയിട്ട് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. അതിന് ചാറാക്കി നെക്കി അങ്ങ് എടുക്കുക. ഇനി ഇത് ഈ സ്പൂൺ കൊണ്ട് തന്നെ ഒന്ന് ഇളക്കിയിട്ട് പിന്നെ കൈ കൊണ്ട് തന്നെ ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി ഒരല്പം വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. വെള്ളം പോരെങ്കിൽ നമുക്ക് പിന്നീട് ചേർക്കാവുന്നതാണ്. കുറേശ്ശെ വെള്ളം ഒഴിച്ച് ഇനി ഇത് കൈ കൊണ്ടൊന്ന് നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കുക. ഇതേപോലെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. വെള്ളമൊന്നും കൂടി പോകണ്ട, കറക്റ്റ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഒരു പക്ഷേ വെള്ളം ഒഴിക്കുന്ന ഇത്തിരി കൂടുതലാണെങ്കിൽ തന്നെ ഇത്തിരി പൊടികൾ അങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. ഈ ഒരു പരുവത്തിൽ കുഴച്ച് വെക്കുക. എന്നിട്ട് നമുക്കൊരല്പം എടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കണം. അതിന് എരിവും ഉപ്പും അതിൻ്റെ കായത്തിൻ്റെ എന്തെങ്കിലുമൊക്കെ പോരാഴിക്കുണ്ടെങ്കിൽ ആവശ്യമുള്ള ചേർത്ത് കൊടുക്കാവുന്നതാണ് ഈ സമയത്ത്. ഇനി നമുക്ക് പക്കാവട റെഡിയാക്കിയാലോ? അടുപ്പൊക്കെ സെറ്റപ്പ് ചെയ്തതിന് ശേഷം ഇതൊന്ന് കത്തിക്കട്ടെ. അപ്പോൾ അടുപ്പ് കത്തിച്ചതിന് ശേഷം ഇതേപോലെ ഒരു പരന്ന പാത്രം അങ്ങോട്ട് വെക്കുക. ഞാൻ വെളിച്ചെണ്ണയാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് ഓയിലാണ് താല്പര്യമെങ്കിൽ ഓയിൽ ചേർക്കാവുന്നതാണ്. കുറച്ച് വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. ആ എണ്ണ ഒന്ന് ചൂടാവട്ടെ. ഇത് നമ്മൾ മേടിച്ചിട്ട് ഉപയോഗിച്ചിട്ടേ ഇല്ല. ഇപ്പം കഴുകി എല്ലാം വൃത്തിയാക്കി വെച്ചിട്ട് നമുക്ക് ആദ്യം തന്നെ ഇത് പക്കാവട തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിക്കും. അപ്പോൾ ഇതിൽ ചില്ല് കണ്ടോ, കുറേ ചില്ലുകളുണ്ട്. അതായത് മുറുക്കുണ്ടാക്കുന്നതുണ്ട്, ചിപ്സ് ഉണ്ടാക്കുന്നതുണ്ട്, ഇടിയപ്പം ഉണ്ടാക്കുന്ന, അങ്ങനെ പല രീതിയിലുള്ള ചില്ലുകളാണ്. അപ്പം നമുക്ക് പക്കാവടയ്ക്കെന്ന് പറഞ്ഞാൽ ഈ ചില്ലാണ് എടുക്കണം. പുതിയ പാത്രമല്ലേ, കഴുകി വെച്ചാൽ ഇതിൻ്റെ അകത്തൊക്കെ ചിലപ്പോൾ എന്തെങ്കിലും ക്ലാവൊക്കെ കാണാം. അപ്പം തീർച്ചയായിട്ടും നല്ലപോലെ കഴുകി വൃത്തിയാക്കി ഒന്ന് തുടച്ച് വെക്കുക. ചില്ലൊക്കെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഇതിൻ്റെ അകത്തോട്ട് ഒരല്പം എണ്ണയും തൂത്ത് കൊടുക്കുക. എണ്ണയൊക്കെ ചൂടായി വരുന്നുണ്ട്. ഇനി നമുക്ക് ഈ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മാവെല്ലാം കൂടെ ഇങ്ങനെ അങ്ങോട്ട് പിടിച്ച് ഇതിൻ്റെ അകത്തോട്ട് കയറ്റും.
ഇനി ഇതങ്ങോട്ട് ഇത് വെട്ടാതെ വേണം ഇടാനായിട്ട്. എണ്ണ നല്ലപോലെ ചൂടാണ്, എന്നാൽ മാത്രമേ ഇത് നമുക്ക് പിടിഞ്ഞ് റെഡിയാക്കി എടുക്കാൻ പറ്റുള്ളൂ. ഇതിപ്പോൾ നല്ലപോലെ ചൂടായിട്ടുണ്ട്. ഞാനൊരു ഇപ്പം ഒന്ന് കുറയ്ക്കുകയാണ്. അത് വലിയ അടുപ്പല്ലേ, ഭയങ്കര തീ, അതുകൊണ്ട് ഒരു മീഡിയം രീതിയിൽ അങ്ങോട്ട് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ പണി അങ്ങോട്ട് തുടങ്ങിയേക്കാം. ഞാൻ അങ്ങോട്ട് കറക്കി അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഇതിപ്പോൾ നമ്മൾ കുറേശ്ശേ ഇടുന്നുള്ളൂ, കുറേശ്ശെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. അങ്ങോട്ട് പിഴിഞ്ഞ് ഒഴിച്ച ഉടനെ തന്നെ ഇളക്കല്ലേ, ഒരല്പം സമയം കഴിഞ്ഞതിന് ശേഷം തിരിച്ചൊന്നിട്ട് കൊടുക്കുക. കരിഞ്ഞു പോകാതെ നമുക്കിത് ഇങ്ങനെ കോരി പാത്രത്തിലോട്ട് ഇനി ഇതേപോലെ തന്നെ ഇത് തിരിച്ചങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഇനി ഇതങ്ങോട്ട് കോരി രണ്ട് ഭാഗം മോരിഞ്ഞതിന് ശേഷം അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഇതേപോലെ തന്നെ പതുക്കെ ഇരുന്ന് അത് വറുത്തെടുക്കണം. ഇപ്പോൾ രണ്ടാമത്തെയാണ്. അപ്പോൾ ഇത് നിറച്ച് അങ്ങോട്ട് എടുക്കുക. ഒരു ഇടിയിലൂടുണ്ട്. പക്കാവട എല്ലാം വറുത്ത് കോരിയിട്ടുണ്ട്. ഇനി അടുപ്പങ്ങ് നിർത്തുകയാണ്. നിർത്തിയിട്ട് ഈ കരിയാപ്പനയും കൂടെ കുറച്ചങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഈ കരിയാപ്പനയൊക്കെ വാർത്ത് പക്കാവട മേലോട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. നമ്മുടെ പക്കാവടയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതെല്ലാം അത് മാറ്റട്ടെ. നല്ല മുരുപുരാന്നുള്ള പക്കാവട കേട്ടോ. ഞാൻ ഒരു ബേസിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഒരു കപ്പ് കടലമാവും ഒരു കപ്പ് വറുത്ത അരിപ്പൊടി ഉണ്ടെങ്കിൽ ഒരു ബേസൻ സാധനം ഉണ്ടാക്കാം കേട്ടോ. നല്ല കറുമുറ തന്നെ സംഭവം കേട്ടോ. ഇതുണ്ടോ, ആളതൊക്കെ മേടിക്കുന്നത് അതേ ടേസ്റ്റ് തന്നെ. തീർച്ചയായിട്ടും നമ്മുടെ വീട്ടിൽ ഇതൊക്കെ വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാം. നിങ്ങൾ കണ്ടില്ലേ, ഇതേപോലെ അങ്ങ് ചെയ്തെടുത്താൽ മതി, വേറെ കാര്യങ്ങളൊന്നുമില്ല. നമ്മുടെ ആവശ്യത്തിന് ഇതേപോലെ ഇങ്ങനെ ഒന്ന് ഒടിച്ചിട്ടാൽ മതി. നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ നമ്മൾ ഈ പക്കാവട ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു പക്ഷേ നിങ്ങൾക്ക് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്താൽ മതി. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. കൊച്ചുകുട്ടികളൊക്കെ ഉള്ള വീട്ടിലെന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഒരല്പം വേണം. ഈ പക്കാവടയോ മിച്ചറോ ചിപ്സോ ഒക്കെ എപ്പോഴും ഒരു ടിന്നിൻ്റെ അകത്തൊക്കെ വെച്ചേക്കും. തീർച്ചയായിട്ടും ഇതേപോലെ ചെയ്തു നോക്കുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഇനി ഒരു കാര്യം കൂടെ, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കില്ല കേട്ടോ. വേറെ വീഡിയോ ആയിട്ട് പെട്ടെന്ന് വരാം. ബായ്.